വളരെ വലിയ വിവാദമായ ഒരു പ്രസ്താവനയാണ്, പ്രശ്നമാണ് വഖഫ് നിയമം. മുനമ്പത്തെ കുറേ ആളുകൾ ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കുറേ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇങ്ങനെ അവരുടെ ഭൂമിക്ക് വേണ്ടി ബഹളമുണ്ടാക്കുമ്പോൾ ഫറൂഖ് കോളേജുമായിട്ടുള്ള പ്രശ്നം, മുസ്ലിംസുമായിട്ടുള്ള പ്രശ്നം, വഖഫ് ബോർഡുമായിട്ടുള്ള പ്രശ്നം, അങ്ങനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു വിഷയത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ചില നിഗമനങ്ങൾ വന്നിരിക്കുന്നത്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുക. ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവന അയച്ചു തരണം. ഞങ്ങൾക്ക് പരസ്യങ്ങൾ നൽകണം. നിങ്ങൾ തീർച്ചയായിട്ടും സാധാരണ നമ്മൾ പരസ്യങ്ങൾ നൽകണമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും നല്ല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പരിചയക്കാരനെ ഞങ്ങളെയും കൂടി പരിചയപ്പെടുത്തരണം. തീർച്ചയായിട്ടും ഞങ്ങൾ പോയത് ഫോളോ അപ്പ് ചെയ്തോളാം. നമുക്ക് പരസ്യങ്ങൾ തരണം, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്തായാലും വഖഫിൻ്റെ ഇരുപക്ഷത്തിനും രണ്ട് പക്ഷത്തിനും ചെറിയ സമാശ്വാസമുണ്ടാകുന്ന വിധിയാണ് ഗുണകരമായി വന്നിരിക്കുന്നത്. അതായത് വഖഫ് പക്ഷത്തിന് കയ്യേറ്റം തടയാനുള്ള വ്യവസ്ഥകൾ ഒക്കെ ശരിവെച്ചു. കയ്യേറ്റമൊന്നും തടയാൻ ഇനി ഉള്ള വ്യവസ്ഥയുണ്ടായിരുന്നു, അത് ശരിവെച്ചു. ബോർഡിലും കൗൺസിലും മുസ്ലിം മതസ്ഥർ മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു വഖഫ് ബോർഡുകാരുടെ ആവശ്യം. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. ബോർഡിലും കൗൺസിലിലും ഇതര മതസ്ഥരാകാം. നിയമം സ്റ്റേ ചെയ്യണം, സർക്കാരിൻ്റെ നിയമം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഒരാൾ പരാതി വന്നു കഴിഞ്ഞാൽ ഡീനോട്ടിഫൈ ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതല്ല, പരാതി ഒരു വഖഫ് ഭൂമി മറ്റൊരാൾ സ്വന്തമായി കൈവശം വെച്ചിരിക്കും, ഏതെങ്കിലും കാലത്ത് കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ആരെങ്കിലും വഖഫ് ബോർഡുകാർ പറഞ്ഞാൽ അത് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു കേസ് വരുമ്പോൾ തന്നെ അത് ഡീനോട്ടിഫൈ ചെയ്ത് ആളിൻ്റെ വസ്തുവായി മാറുമെന്നൊക്കെ പറയുന്നതൊക്കെ മാറ്റിയിട്ട് കളക്ടർക്ക് മുകളിലുള്ള, അതായത് കളക്ടർക്ക് തൊട്ട് മുകളിലുള്ള ഒരു ഓഫീസർ ഇത് നോക്കി, ജില്ലാ കളക്ടർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ ഡെസിഗേറ്റഡ് ഓഫീസർ അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ഡീനോട്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ. അപ്പോൾ വഖഫ് ഭൂമിയായി പരിഗണിക്കില്ലെന്നും നിയമഭേദയിലുണ്ട്. തീരുമാനമെടുക്കും വരെ വഖഫ് ഭൂമിയായി പരിഗണിക്കില്ലെന്നും നിയമത്തിലുണ്ട്. അപ്പോൾ അന്വേഷണത്തിന് തീരുമാനിച്ചാലുടൻ തർക്കഭൂമി ഡീനോട്ടിഫൈ ആകുന്ന സാഹചര്യമായിരുന്നു. ഈ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അപ്പോൾ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഉടനെ പ്രശ്നം തീരൂല, കാരണം ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നതാണല്ലോ. പക്ഷേ അത് പ്രശ്നം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറി വരും. അതുപോലെ തന്നെ വഖഫ് ബോർഡ്, വഖഫ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലുമുള്ള ഭൂമി തർക്ക കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾക്ക് കൈവശപ്പെടുത്തുകയോ റവന്യൂ രേഖകൾ മാറ്റം വരുത്തുകയോ ചെയ്യാൻ പാടില്ല. ഒരു റവന്യൂ രേഖയും ഇനി മാറ്റം വരുത്താൻ പാടില്ല. ബോർഡിൻ്റെ രേഖകളിലും തിരുത്തൽ വരുത്തരുത്. കേസ് നടക്കുന്നതിനിടെ സ്വത്തുക്കൾ മൂന്നാം കക്ഷിക്ക് കൈമാറ്റം ചെയ്യുന്നതും വിലക്കി. അപ്പോൾ കുറച്ചൊരു രണ്ട് കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മതം വകുപ്പ് 3(r) അനുസരിച്ച് ഇസ്ലാം മതം 5 വർഷമെങ്കിലും ആചരിച്ചവർ മാത്രം വഖഫ് നൽകാൻ കഴിയുള്ളൂ എന്ന വ്യവസ്ഥയ്ക്ക് സ്റ്റേ. ഇതിനായി സംവിധാനമോ നടപടിക്രമമോ ചട്ടങ്ങളോ കൊണ്ടുവരാത്തത് കൊണ്ടാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ചട്ടവും നിയമമൊക്കെ വന്നാൽ ആ സ്റ്റേ മാറുമായിരിക്കും. അപ്പോൾ അതുപോലെ സമയം സാമ്പത്തിക ബാധ്യതയുള്ളവർ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ കൊണ്ടുവന്ന വ്യവസ്ഥയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ കോടതി രണ്ട് പക്ഷത്തെയും, വഖഫിൻ്റെ രണ്ട് പക്ഷത്തെയും സഹായിക്കുന്ന നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആളുകളും കാന്തപുരവും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും എല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടർക്കും പരിക്കില്ലാത്ത രീതിയിലാണ് വഖഫിൻ്റെ ഒരു നിയമം വന്നിരിക്കുന്നത്. പൂർണ്ണമായി സ്റ്റേ ചെയ്തിട്ടുമില്ല, എന്നാൽ അതിനകത്ത് ഒരുപാട് ക്ലാസുകൾ കയറ്റിയിട്ടുണ്ട്. അതേസമയം വ്യവസ്ഥകൾക്ക് വിധേയമായി സുപ്രീം കോടതി ഇടപെടൽ കേന്ദ്ര സർക്കാരിനും മുസ്ലിം സംഘടനകൾക്കും ഒരേ സമയം ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ റിവിഷൻ ബെഞ്ചിൽ വിധി വരുമോ, അല്ലെങ്കിൽ വേറെ ഹർജികൾ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വഖഫ് നിയമത്തിന് താൽക്കാലികമായി ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നു എന്നറിയുന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെയൊക്കെ പ്രസ്താവന അനുസരിച്ച് ഇത് മുനമ്പംകാർക്ക് വലിയ ഗുണമുള്ള ഒരു നിയമമാണെന്ന് പറയുന്നു, ഒരു വിധിയാണെന്ന് പറയുന്നു. നമുക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം കാത്തിരുന്ന് കാണാം.